കേരളത്തിലെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മയെ മറികടന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ മൂന്നാം ശക്തി ഉദയം ചെയ്തുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശിവന്റെ തൃക്കണ്ണ് പോലെ ഈ മൂന്നാം ശക്തി അഴിമതിയില്ലാതാക്കും. റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം കൂട്ടി വിലയിടിവ് പിടിച്ചു നിർത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ബിജെപിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. केरल के मेरे भाइयों और बहनों, भारत माता की. പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ കേരള സന്ദർശനത്തിന് ആവേശകരമായ സ്വീകരണമാണ് തൃശൂരിൽ ബിജെപി പ്രവർത്തകർ ഒരുക്കിയത്. LDFും UDFും കേരളത്തെ മാറി മാറി കൊള്ളയടിക്കുകയാണ്. ഇതിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ഇവിടെ മൂന്നാമതൊരു ശക്തി ഉദയം ചെയ്തിരിക്കുന്നു. ശിവന്റെ തൃക്കണ്ണുപോലെ ഈ ശക്തി അഴിമതിയില്ലാതാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ये जो तीसरी शक्ति दिखाई दे रही है वो शंकर के तीसरे नेत्र जैसी है, जिस नेत्र से बुराइयां भस्म हो जाएगी, भ्रष्टाचार नष्ट हो जाएगा, पाप से मुक्ति मिलेगी. ऐसा शंकर का तीसरा नेत्र, ये तीसरी शक्ति उभर करके आ रही है. ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകരുടെ ശ്രമഫലമായി തൊട്ടുകൂടായ്മ അടക്കമുള്ള അസമത്വങ്ങൾ ഇല്ലാതായി. എന്നാൽ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ദേശീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച നിരവധി പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടതെന്നും മോദി അഭിപ്രായപ്പെട്ടു. राजनीतिक छुआछूत का माहौल रहा और अपने विपरीत विचारधारा के लोगों को जड़ से उखाड़ फेंको, सामाजिक बहिष्कार करो और जरूरत पड़े तो उनको मौत के घाट उतार दो. इतनी विकृत विचार प्रणाली केरल के अंदर कुछ राजनीतिक नेताओं ने पनपाई है. റബ്ബറിന്റെ വിലയിടിവ് തടയുന്നതിന് ഇറക്കുമതി ചുങ്കം കൂട്ടും. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾപ്പെടുത്തും. യുവാക്കൾക്ക് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ കൂടുതൽ അവസരങ്ങൾ നൽകും. പ്രവാസികളുടെ ക്ഷേമത്തിനും മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് മോദി നടത്തിയത്. തന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുവാൻ ഏറെ സമയം ചെലവഴിച്ച പ്രധാനമന്ത്രി കേരളീയർക്ക് ക്രിസ്മസ് പുതുവത്സരാശംസകൾ അർപ്പിച്ചാണ് വേദി വിട്ടത്. മീഡിയ 1 തൃശൂർ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിന്റെ ഇരുസഭകളിലും കോൺഗ്രസ് പ്രതിഷേധം. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തിയ KC വേണുഗോപാലിന്റെ പ്രസംഗം സഭയെ പ്രക്ഷുബ്ധമാക്കി. മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചത് SNDP ആണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ നിന്നിറങ്ങിപ്പോയി. BJP നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തൃശൂർ സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ MB രാജേഷ് CPM നേതാവ് MP അദ്ദേഹം ഡൽഹിയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് നേതാവ് MP അദ്ദേഹം ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്തു നിന്നും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേരളീയരോട് മലയാളികളോട് വലിയ ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയത് വഴി കേരളത്തെ ആകെ തന്നെയാണ് അവഹേളിച്ചത് പ്രധാനമന്ത്രിയും സർക്കാരും കേന്ദ്ര സർക്കാരും എന്ന ആക്ഷേപം പാർലമെന്റിനകത്ത് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും പാർട്ടികളും ഇന്ന് ഉന്നയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു വഴിക്ക് കേരളത്തെ അവഹേളിക്കുകയും മറുവഴിക്ക് അഭിനന്ദിക്കുന്നുവെന്ന് തോന്നൽ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കുകയുമാണോ BJP ചെയ്യുന്നത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേൾക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചത്? ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്നോ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേൾക്കാമോ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരളത്തെ അവഹേളിച്ചു മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിലൂടെ എന്ന പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിനകത്ത് കോൺഗ്രസ് ഉയർത്തിയത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അക്കാര്യം പറഞ്ഞു. KC വേണുഗോപാൽ അതിശക്തമായ ഭാഷയിൽ തന്നെ പാർലമെന്റിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് BJP നരേന്ദ്രമോദി ഇവിടെ വന്ന് സംസാരിച്ചതിലൂടെ കേരളത്തെ ഒരു വഴിക്ക് സന്തോഷിപ്പിക്കുകയും മറുവഴിക്ക് മുഖ്യമന്ത്രി ഒഴിവാക്കിയതിലൂടെ അവഹേളിക്കുകയും ചെയ്തതുകൊണ്ട് എന്താണ് BJP അർത്ഥമാക്കുന്നത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് രാജ്യസഭയിലും പാർലമെന്റിലും ചർച്ച ചെയ്യാൻ വേറെ വിഷയങ്ങളില്ല. അമ്മയും മകനും ജയിലഴികൾക്കകത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമായിരുന്നു കഴിഞ്ഞകാല ഇന്ത്യ ചർച്ച ചെയ്തത്. അതിന് രാജ്യസഭയ്ക്കകത്തുണ്ടാക്കിയ വിഷയം എന്തായിരുന്നു? കോടതി കേസെടുക്കാൻ തീരുമാനിച്ചതിന്റെ പേരിൽ പാർലമെന്റും രാജ്യസഭയും നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ്
ഇന്ത്യൻ നീതിന്യായ പീഠത്തെ ചോദ്യം ചെയ്ത ആളുകളാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അപ്പോ കെ സി വേണുഗോപാലിന്റെ ആ പാർലമെന്റിനകത്തുള്ള വിഷയത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. പക്ഷെ വിഷയം അതല്ലല്ലോ. ഇതെന്താ സംഭവിച്ചത്? ഇതൊരു മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ കുറെ നാളുകൾക്ക് മുൻപ് പ്രധാനമന്ത്രിയെ പോയി ക്ഷണിക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അധ്യക്ഷത വഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ല ഈ പരിപാടിയിൽ ക്ഷണിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആർ ശങ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ സൗകര്യപ്രദമായിട്ടൊരു ഡേറ്റ് കിട്ടണം ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് കൊടുത്ത ദിവസം തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ തയ്യാറായി. പക്ഷേ ക്ഷണിച്ച മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുഖ്യമന്ത്രിയെ അങ്ങ് വരരുത് എന്ന് ആവശ്യപ്പെട്ടുവെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അദ്ദേഹം ഈ പൊതുസമൂഹത്തോട് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെന്തിനാണ് ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ അവിശ്വാസത്തിലെടുക്കുന്നത്? ഇന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് BJPക്ക് ഇതിൽ എന്താണ് ബന്ധമുള്ളത്? ഇത് ഗവൺമെന്റിന്റെ ഒരു പരിപാടിയല്ല, ഇതൊരു പ്രൈവറ്റ് പരിപാടിയാണ്. ആ പ്രൈവറ്റ് പരിപാടിയിൽ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ പരിപാടിയുടെ സംഘാടകന്മാരല്ലേ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അപ്പോഴും പക്ഷേ ഈ വിവാദങ്ങൾക്കൊക്കെ ഇടയിലും കേരളത്തിലെ പ്രഥമ സന്ദർശനത്തെത്തുന്ന പ്രധാനമന്ത്രിയെ കേരളത്തിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും യോജിക്കുന്ന വിധത്തിൽ ഞാൻ സ്വീകരിക്കും. അങ്ങനെ തന്നെ ഞാൻ സ്വീകരിക്കും. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദരിക്കുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളോടുള്ള നമ്മുടെ കടപ്പാട് വ്യക്തമാക്കലാണ് എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം അങ്ങേയറ്റം കൃത്യതയോടെ പാലിച്ചു. അദ്ദേഹം പ്രധാനമന്ത്രിയെ ആദരവോടെ ചെന്ന് സ്വീകരിച്ചു. ജനാധിപത്യത്തോടുള്ള കടപ്പാട് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി അവിടെ നിൽക്കുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കി കളഞ്ഞ സംഗതിയോട് പരാമർശിക്കുക പോലും ചെയ്യാതെ കേരളത്തിലെ ആദ്യ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ജനാധിപത്യത്തോടുള്ള കടപ്പാട് എന്ന സംഗതിയിൽ നിന്ന് ഒരല്പം പിന്നോട്ട് പോയി എന്ന് കണ്ടാൽ കുറ്റപ്പെടുത്താനാകുമോ? അല്ല, കേരള ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രി പ്രോട്ടോകോൾ പ്രകാരം സ്വീകരിക്കണം. അത് സ്വീകരിക്കുക എന്നുള്ളത് ഔദാര്യമല്ല, അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചേ പറ്റൂ. അത് നിർവഹിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പരിശ്രമിച്ചുവെന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിൽ റോളുണ്ട് എന്നോ എങ്ങനെയാണ് ഇവർ തെളിയിക്കുക? അത് തെറ്റല്ലേ? ഈ കേരളത്തിലേക്ക് കടന്നു വന്ന് കേരളത്തിന്റെ സമഗ്രമായ വികസന കാഴ്ചപ്പാട് പ്രഖ്യാപിച്ച് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ കേരളവും അതിന്റെ കൂട്ടത്തിലുണ്ടാകണമെന്നും കേരളത്തിലെ സമസ്ത മേഖലകളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, SC വിഭാഗത്തിനു വേണ്ടി, അതുപോലെ തന്നെ മലയോര പ്രദേശത്തിനു വേണ്ടി, സമുദ്രതീര മേഖലയ്ക്ക് വേണ്ടിയിട്ട്, ഒപ്പം റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചെടുത്തുകൊണ്ട് കേരളത്തെ ഒരു കൈത്താങ്ങ് തന്ന് സഹായിക്കാനുള്ള തന്റെ ആ കടമ നിർവഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് എന്ത് മോശമായ പ്രതികരണമാണ് ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും നടത്തിയത്? മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് ഒരാൾ ക്ഷണിച്ചു, അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ല അങ്ങ് വന്നാൽ ചില കുഴപ്പങ്ങളുണ്ട്, ഞാൻ പിന്നീട് അത് വിശദീകരിക്കാം. എന്താ മര്യാദ വേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രി വരട്ടെ, നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം പോകട്ടെ. ഗവൺമെന്റ് പ്രോട്ടോകോൾ പരിപാടിയല്ലല്ലോ. ആ സമീപനം സ്വീകരിക്കേണ്ടതിന് പകരം മുഖ്യമന്ത്രി ഇതിൽ നിന്ന് 10 വോട്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ, ഇത് വെച്ച് രാഷ്ട്രീയം കളിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചു വരാം ശോഭാ സുരേന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തെ ക്ഷണിച്ചതും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതും ഒഴിവാക്കിയതും BJPയോ കേന്ദ്ര സർക്കാരോ അല്ല, SNDP ആണ്. SNDP ആ ചെയ്തത് ശരിയായില്ല എന്നൊരു തോന്നൽ തനിക്കുണ്ട് എന്ന് കൂടെ പറഞ്ഞു രാജ്നാഥ് സിംഗ്. രാജീവ് പ്രതാപ് റൂഡി ലോക്സഭയ്ക്കകത്ത് എടുത്തു വായിച്ചുവല്ലോ, ഞാൻ പങ്കെടുക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി എഴുതിയ കത്ത്. ഇതൊക്കെ ആയിരിക്കെ കേരളത്തോട് അഗൈതവുമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ച് തേക്കിൻകാട് മൈതാനത്ത് കേരളീയരോട് സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ച് പദ്ധതികൾ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയെയും BJPയെയും കേന്ദ്ര സർക്കാരിനെയും ആക്ഷേപിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചാണ്. അതുകൊണ്ട് 10 വോട്ട് കിട്ടുകയാണെങ്കിൽ പോരട്ടെ എന്ന നിലപാട് കൊണ്ടാണ് എന്ന അഭിപ്രായമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? അല്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ അഭിപ്രായങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാനാളല്ല. കാരണം ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കത് പറഞ്ഞേ കഴിയൂ, പറഞ്ഞേ മതിയാവൂ. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി ഇന്ന് വന്ന് തൃശ്ശൂർ പ്രസംഗിച്ചു, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മല ഏതാണ്ട് എലിയെ പ്രസവിച്ചതുപോലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഇതൊക്കെ വളരെ നേരത്തെ തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ്. ഇതൊക്കെ ഇവിടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നേ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. റബ്ബറിൻ്റെ വില ഞങ്ങൾ മെനിഞ്ഞാന്ന് വാണിജ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്ത വിഷയമാണ്.
നമുക്കൊരു വ്യക്തമായ ഉറപ്പ് ലഭിച്ചിട്ടില്ല. ഇന്ന് പത്രങ്ങൾ വന്നിരിക്കുന്ന റബ്ബറിൻ്റെ വിലയിൽ ഈ കാലയളവിൽ ഏറ്റവും വലിയ വിലക്കുറവാണെന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ വന്ന് BJP-ക്കാർ പറഞ്ഞു കൊടുത്ത് പ്രധാനമന്ത്രി പറഞ്ഞു എന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു, പ്രഖ്യാപിച്ചില്ല. അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ പ്രശ്നങ്ങളുണ്ട്, അത് പറഞ്ഞില്ല. ഒരുപാട് ആവശ്യങ്ങൾ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി മാധ്യമങ്ങൾ ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ കുറേ കണക്കുകളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കുറേ നാളായിട്ട് BJP നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ തേനും പാലും ഒഴുക്കും, ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തും, കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ തൃശ്ശൂർ പ്രസംഗിച്ച പ്രധാനമന്ത്രി പറഞ്ഞത്? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ രാജീവ് പ്രതാപ് റൂഡി വായിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, രാജീവ് പ്രതാപ് റൂഡി വായിച്ചത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന, അപ്പോൾ നാളെ ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായും ആ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കേണ്ടിരുന്ന മുഖ്യമന്ത്രിയെ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വിളിച്ച് പറയുകയും പ്രധാനമന്ത്രി ആ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ടത്, മുഖ്യമന്ത്രിയെ ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ കടമയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അല്ലെങ്കിൽ കേരള ഹൗസിൽ നിന്ന് ആ ലെറ്റർ PMOയിലേക്ക് പോയത്. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ അധ്യക്ഷനാകേണ്ട മുഖ്യമന്ത്രി ആ പരിപാടിയിൽ വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പരിപാടി പങ്കെടുക്കാതിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയോടുള്ള ഒരു അനാദരവായി ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് തോന്നിയേക്കാം. അതുകൊണ്ടാണ് മുൻകൂട്ടി അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമ നിറവേറ്റുകയും അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തതാണ്. അതാണ് രാജീവ് പ്രതാപ് റൂഡി പാർലമെന്റിൽ പറഞ്ഞത്. അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചെയ്തത് 100% ശരിയാണ്. അത് പ്രധാനമന്ത്രി അറിയിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. അത് അദ്ദേഹം രേഖാമൂലം PMOയെ അറിയിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിന് ഒരു രാഷ്ട്രീയ കാരണം തന്നെയാണ് ഉള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് SNDP യോഗവും BJP-യുടെ നേതൃത്വം തമ്മിലുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അധ്യക്ഷനാക്കി, പ്രോഗ്രാം നോട്ടീസ് അടിച്ചു, മിനിറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി, അത് PMOയ്ക്ക് കൊടുത്തു, ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി വരണ്ട എന്ന് പറയാൻ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ? അതേ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ രീതിയിൽ അപമാനിക്കാമോ? അദ്ദേഹത്തിന് അധികാരം നൽകിയത് ആരാണ്? അങ്ങനെ മുഖ്യമന്ത്രിയെ വിളിക്കേണ്ട എന്നെങ്കിൽ ആദ്യമേ തന്നെ വിളിക്കണ്ടല്ലോ, ആദ്യമേ തന്നെ മുഖ്യമന്ത്രി ഒഴിവാക്കാമായിരുന്നല്ലോ, മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കേണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ പറയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഞാനാണ് ഒഴിവാക്കിയത്, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറയാൻ വെള്ളാപ്പള്ളി നടേശന് ആരാണ് അധികാരം കൊടുത്തത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അമ്മാനമാടാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ആ പദവി, ഏത് പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നതെന്ന് അദ്ദേഹം മറന്നു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുരേഷ്, താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ MB രാജേഷ്, ഈ ഒഴിവാക്കൽ, പ്രതിമാനാച്ഛാദന ചടങ്ങിലെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കൽ വിവാദത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് തേക്കിൻകാട് മൈതാനത്ത് മലയാളികൾക്ക് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആ വാഗ്ദാനങ്ങളിലേക്ക് കാര്യത്തിലേക്ക് പോയാൽ, 200ഓളം BJP പ്രവർത്തകരെ കൊല്ലപ്പെട്ട ഇടമാണ് കേരളം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം വിദേശ നിക്ഷേപത്തിൻ്റെ മേഖലയിൽ 40% വർധനയുണ്ടാക്കി. 2100 കോടി രൂപ കേരളത്തിന് മാത്രമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ ഉൽപ്പാദന മേഖലയിൽ 15% വളർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പരസ്പരം സഹകരിച്ച് അഴിമതികൾ മൂടിവെച്ച് മുന്നേറുന്ന ഇരു മുന്നണികളെയും 5 വർഷം കൂടുമ്പോൾ അധികാരത്തിലേൽക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്ത് ക്ഷീണിച്ച ആളുകൾക്ക് മുന്നിൽ ശിവന്റെ തൃക്കണ്ണ് പോലെ മൂന്നാം ശക്തിയായിട്ട് BJP ഉയർന്നു കഴിഞ്ഞു എന്നാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗം, കേരളത്തിലേക്കുള്ള വരവ്, കേരളത്തിലെ ഇരു മുന്നണികളുടെ മാത്രമായിട്ടുള്ള അധികാര കുത്തകയെ ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ? പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഞാൻ നേരിട്ട് കേട്ടില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. പാർലമെന്റിലായിരുന്നു, അതിനുശേഷം ടെലിവിഷനിലും അത് കാണാനായില്ല. സ്കൂൾ കായികമേളയുടെ സംബന്ധിച്ച് അനിശ്ചിതത്വം പരിഹരിക്കാൻ കേന്ദ്ര സ്പോർട്സ് മന്ത്രിയെയും സ്പോർട്സ് സെക്രട്ടറിയെയും എല്ലാം കണ്ട് ഇത്രയും നേരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സനീഷ് പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. മോഡിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയമായ പക്ഷപാതപരമായിട്ടുള്ള പ്രസംഗങ്ങൾ, BJP നേതാവ് കൂടിയാണല്ലോ, നടത്തുക സ്വാഭാവികം മാത്രമാണ്. ഞാനതിനെ ആ നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതിനപ്പുറമുള്ള പ്രാധാന്യമോ ഗൗരവമോ അതിന് കാണുന്നില്ല. BJPയുടെ നേതാവായിട്ടാണ് ഇവിടെ തൃശ്ശൂരിൽ പ്രസംഗിച്ചത് എന്നതുകൊണ്ട്. പക്ഷേ ഇവിടെ സനീഷ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, കേരളത്തെ സംബന്ധിച്ച് നടത്തേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, റബ്ബർ വിലയിടിവ് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. റബ്ബർ വിലയിടിവ്
തടയാൻ പിടിച്ചു നിർത്താൻ എന്ത് നടപടി സ്വീകരിക്കും എന്ന് കോൺക്രീറ്റായി സമൂർത്തമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടികൾ പ്രഖ്യാപിക്കേണ്ടതാണ്. വിലസ്ഥിരതാ ഫണ്ട് ഉണ്ടാക്കുമോ, അതുപോലെ തന്നെ കൃത്രിമ റബ്ബറിൻ്റെ ഉൾപ്പെടെയുള്ള ഇറക്കുമതി തടയാൻ നികുതി ഇറക്കുമതി തീരുവ കൂട്ടുമോ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ, ആസിയാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ് നിർബാധം ഇറക്കുമതിക്ക് കാരണം. ആ സ്വതന്ത്ര വ്യാപാര കരാറുകൾ പുനഃപരിശോധിക്കുമോ, ഇതൊക്കെയാണ് പറയേണ്ടിയിരുന്നത്. അദ്ദേഹം പറഞ്ഞു എന്ന് സനീഷ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമല്ല, ഞാനിട്ട് കേട്ടിട്ടുമില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം. രണ്ടാമത്തേത്, ഈ 1000 കോടിയുടെ കാര്യത്തിൽ വലിയ കഥയില്ല. കാരണം ബീഹാറിൽ ചെന്ന് പ്രഖ്യാപിച്ചത് 1.5 ലക്ഷം കോടിയുടെ പാക്കേജ് ആയിരുന്നു എന്ന് ഓർമ്മിക്കണം. അതുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ സനീഷ് പറഞ്ഞ 2000 കോടിയുടെ മറ്റോ കാര്യമാണുള്ളത്. ആ പ്രഖ്യാപനങ്ങൾ നമുക്ക് ഇത്തരം പ്രഖ്യാപനങ്ങൾ എല്ലാ കാലത്തും ഒക്കെ ഉണ്ടാവാറുണ്ട്, അതവിടെ നിൽക്കുക. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം റബ്ബറിൻ്റെതാണ്. പിന്നെ കേരളം മുന്നോട്ട് വെച്ച ചില പദ്ധതികളുണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞോ എന്നെനിക്ക് വ്യക്തതയില്ല. പ്രധാനപ്പെട്ടത് കോച്ച് ഫാക്ടറിയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു, വിശദമായിട്ട് അദ്ദേഹവുമായിട്ട് ഏതാണ്ട് 20 മിനിറ്റ് സംസാരിക്കുകയുണ്ടായി. കോച്ച് ഫാക്ടറി, ഇൻസ്ട്രുമെന്റേഷൻ എന്നീ കാര്യങ്ങളെല്ലാം ആണെന്ന് സംസാരിച്ചത്. കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ ഒരക്ഷരം അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുള്ളത് അന്നും അതിനുശേഷവും പ്രതികരിച്ചില്ല. ഇൻസ്ട്രുമെന്റേഷന്റെ കാര്യത്തിൽ അവസാനം അദ്ദേഹം പ്രതികരിച്ചത് കേന്ദ്രത്തിനൊന്നും രക്ഷിക്കാനാവില്ല, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റേഷനെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിൽ വിരോധമില്ല എന്ന നിലപാടാണ്. ഇന്ന് സംബന്ധിച്ച യോഗം തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാനും അവിടുത്തെ MLA VS-ഉം അതുപോലെ M ചന്ദ്രനും എല്ലാം ഇടപെട്ട യോഗവും വിളിപ്പിച്ചിരുന്നു. അതാണ് ഉണ്ടായിട്ടുള്ളത്. കോച്ച് ഫാക്ടറിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ സബർബൻ റെയിൽവേയെ കുറിച്ച് പറഞ്ഞതായിട്ട് സനീഷ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാവുന്നില്ല. അതിൽ നമുക്ക് മാറിപ്പോകാം. ശ്രീ MP രാജേഷ്, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ നമുക്ക് മാറിപ്പോയാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട പാർലമെന്റിനകത്തടക്കം നടന്ന വിഷയങ്ങളിലേക്ക് തന്നെ വന്നാൽ, മുഖ്യമന്ത്രി എഴുതി അറിയിച്ചിരുന്നു ഇങ്ങോട്ട് പങ്കെടുക്കുകയില്ല എന്ന് അറിയിച്ചിരുന്നു എന്ന് രാജീവ് പ്രതാപ് റൂഡി വായിച്ചത്. ഞങ്ങളല്ല ക്ഷണിക്കുകയും ഒഴിവാക്കുകയും ചെയ്ത് എന്ന രാജ്നാഥ് സിംഗിന്റെ മറുപടിയുമൊക്കെ തൃപ്തികരമാകാത്തത് എന്തുകൊണ്ടാണ്? അത് തൃപ്തികരമാവാത്തതിന്റെ കാരണം വളരെ വളരെ ലളിതമാണ്. കാരണം സാധാരണ ഒരു പരിപാടിയല്ല പ്രധാനമന്ത്രിയുടെ പരിപാടി, അതുപോലെ പ്രസിഡന്റിന്റെ പരിപാടി, ഗവർണറുടെ പരിപാടി എന്നൊക്കെ പറയുന്നത്. ഈ പരിപാടികളെല്ലാം മുൻകൂട്ടി അതാത് ഓഫീസുകൾ, PMO അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവൻ, രാജ്ഭവൻ, ഇവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരാരൊക്കെ എന്ന വിവരം ചെല്ലണം. അത് അപ്രൂവ് ചെയ്യണം, അവിടുന്ന് അംഗീകരിക്കണം. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കാത്ത ഒരാളെയും പങ്കെടുപ്പിക്കാൻ പറ്റില്ല. ലിസ്റ്റ് നേരത്തെ അയച്ചു കൊടുക്കണം. വെറുതെ ലിസ്റ്റ് അയച്ചു കൊടുത്താൽ മാത്രം പോരാ, മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമാണ്. സ്വാഗത പ്രസംഗത്തിന് 3 മിനിറ്റ്, അധ്യക്ഷ പ്രസംഗം 5 മിനിറ്റ്, ഓരോരുത്തർക്കും പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പ്രസംഗിക്കാനുള്ള സമയം അവിടുന്ന് നിശ്ചയിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സാധാരണ പരിപാടിയല്ല. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ആദ്യം മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അതാണ് പ്രശ്നം. ഇപ്പൊ സ്വകാര്യ ചടങ്ങാണെന്ന് പറയുന്നത് കേട്ടാൽ തോന്നും സ്വകാര്യ ചടങ്ങിൽ വിളിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, മുഖ്യമന്ത്രിയെ വിളിച്ചു, അധ്യക്ഷനായിട്ട് നിശ്ചയിച്ചു, കാർഡടിച്ചു കൊടുത്തു, 10,000-ഓളം കാർഡ് കൊടുത്തു എന്നാണ് കേൾക്കുന്നത്, എനിക്കറിഞ്ഞുകൂടാ. അതിനുശേഷം അപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാം തയ്യാറാക്കിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി മാത്രമേ തയ്യാറാക്കാൻ പറ്റൂ. പ്രധാനമന്ത്രി അറിയാതെ ആവില്ല. അങ്ങനെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയാതെ പേര് വെക്കാനാവില്ല. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതിയോടുകൂടി ഉൾപ്പെടുത്തിയ പേര് പിന്നീട് നീക്കം ചെയ്യുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതി വേണം. നേരത്തെ അംഗീകരിച്ച ലിസ്റ്റ്, PMO അംഗീകരിച്ച ലിസ്റ്റ് PMOയുടെ അനുമതി ഇല്ലാതെ മാറ്റാൻ പറ്റില്ല. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ആ എല്ലാ ഉത്തരവാദിത്വവും ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ച ലിസ്റ്റിൽ വെള്ളാപ്പള്ളിക്ക് മാത്രമായിട്ട് മാറ്റം വരുത്താനാവില്ല. മാറ്റം വരുത്തിയ ലിസ്റ്റിന് വീണ്ടും PMOയുടെ അംഗീകാരം വേണം. അപ്പൊ PMOയുടെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രിയെ മാറ്റുന്നതിന്റെ കാരണം എന്ത്? അത് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് അത് PMOക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അല്ലാണ്ട് ഞങ്ങളല്ല എന്ന് പറയാനാവില്ല, വെള്ളാപ്പള്ളിയാണ് എന്ന് പറയാനാവില്ല. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ആരെല്ലാം പങ്കെടുക്കുന്നവർ സംസാരിക്കേണ്ട സമയം എത്ര എന്നൊക്കെ PMOയുടെ അനുമതിയോട് കൂടിയാണ് നിശ്ചയിക്കുന്നത്. അത് ഗവർണറുടെ പരിപാടിയിലും അങ്ങനെയാണ്, രാഷ്ട്രപതിയുടെ പരിപാടിയിലും അങ്ങനെയാണ്. അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരാളെ PMO അംഗീകരിച്ചിട്ടുണ്ട്, പിന്നീട് ലിസ്റ്റിൽ നീക്കം ചെയ്യുമ്പോഴും PMOയുടെ അംഗീകാരം വേണം. അല്ലാണ്ട് ഏകപക്ഷീയമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും BJPയുടെ സഖ്യകക്ഷിയാണെന്നുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. ശ്രീ MP രാജേഷ്, താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം വിശദീകരിക്കുന്നത് പ്രകാരം അങ്ങേയറ്റം സങ്കീർണമായ അല്ലെങ്കിൽ അങ്ങേയറ്റം സുഘടിതമായിട്ടുള്ള ഒരു സംവിധാനങ്ങളിലൂടെ കടന്നുപോയിട്ട് വേണം ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കാൻ. അതിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഞാനാണത് തീരുമാനിച്ചത് എന്ന് നിസ്സാരമായി അങ്ങ് പറഞ്ഞതുകൊണ്ട് തീരുന്ന പ്രശ്നവുമല്ല.
പ്രധാനമന്ത്രി വന്ന് മടങ്ങിപ്പോയാൽ പോലും വീണ്ടും നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തുള്ള ചർച്ചയ്ക്ക് ഒരുപക്ഷെ കാരണമായേക്കാവുന്ന സംഗതി തന്നെയാണല്ലോ അത്. അപ്പോൾ പോലും ചാഞ്ചല്യമൊന്നുമില്ലാതെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് അത് ഞാൻ പരിഹരിച്ചു കൊള്ളാം എന്ന മട്ടിൽ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാകണം? ഇത് ശരിക്കും വെള്ളാപ്പള്ളി എന്തെങ്കിലും പറഞ്ഞാൽ പരിഹരിക്കാവുന്ന കാര്യമാണോ? ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് ആ ക്ഷണം പിൻവലിക്കുക, അതും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ആദ്യത്തെ വരവ്. ശരിക്കും പറഞ്ഞാൽ ഈ വരവ് പൊതുജനങ്ങളുടെ ഒരു ആഘോഷമാക്കി മാറ്റേണ്ടിയിരുന്നില്ലേ? അദ്ദേഹം നരേന്ദ്രമോദി കേരളത്തിലും നല്ല ഇന്ത്യയിലൊക്കെ അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നത് ഒരു പുതിയ വളർച്ചയുടെയും വികസനത്തിൻ്റെയും അപ്പോസ്തോലൻ എന്ന നിലയ്ക്കാണ്. അങ്ങനെയുള്ള ഒരു നേതാവ്, അതും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച് പ്രധാനമന്ത്രി പദത്തിലേറിയ സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ അത് കേരളത്തിലെ സർവമാന ജനങ്ങളുടെയും ഒരു ഐക്യത്തോടെയുള്ള സമീപനമായിരിക്കേണ്ടിയിരുന്നു. അത് കളഞ്ഞു പൊളിച്ചതാരാ? അതൊക്കെ ഞാനാണ് കളഞ്ഞു പൊളിച്ചതെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ വെള്ളാപ്പള്ളിയുടെ സ്ഥാനം എന്താണ് കേരള സമൂഹത്തിൽ? തീർച്ചയായിട്ടും എം പി രാജേഷ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് വീണ്ടും അത് PMOയ്ക്ക് അയച്ചു കൊടുത്തുവെങ്കിൽ അത് PMO അംഗീകരിച്ചിട്ടല്ലേ വീണ്ടും ഇത് അച്ചടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഇൻവിറ്റേഷൻ കാർഡ്? അത് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസറുടെ അറിവോടുകൂടിയല്ലേ ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മാറ്റിവെച്ചത്? എന്തുകൊണ്ടെന്ന് അദ്ദേഹം ചോദിച്ചോ പ്രധാനമന്ത്രി? എന്തുകൊണ്ടെന്ന് പ്രധാനമന്ത്രി PMOയുടെ ഓഫീസിലെ ഏതെങ്കിലും ഒരാൾ വെള്ളാപ്പള്ളിയോട് ചോദിച്ചോ? അതിനൊന്നും ഒരു രേഖയുമില്ല. ഇതിൽ ദുരൂഹമായ എന്തോ സംഭവമുണ്ട്. ദുരൂഹമായിട്ടുള്ള സംഗതികളുണ്ട്. ദുരൂഹത എന്ന് വെച്ചാൽ എന്താണെന്ന് ഈ MP രാജേഷും ശ്രീ ജേക്കബ് ജോർജും പോലുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ്. BJPക്ക് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്താണ് ആ രാഷ്ട്രീയ കാരണമെന്ന് ആലോചിക്കുന്ന ഒരാൾക്ക് മുന്നിൽ ഇന്ന് പ്രധാനമന്ത്രി വന്ന തേക്കിൻകാട് മൈതാനത്ത് V മുരളീധരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിലെ പരാമർശങ്ങളുണ്ട്. വാജ്പേയി മലപ്പുറത്ത് വന്നപ്പോൾ EK നായനാർ അങ്ങോട്ട് ചെന്നില്ല, വേദി പങ്കിടാൻ വിസമ്മതിച്ചു. ഉമ്മൻചാണ്ടി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ നടത്തിയ ആ ചടങ്ങിനകത്തേക്ക് വന്നില്ല, അദ്ദേഹം അതിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. ഞങ്ങൾ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രതികാരം നടത്തുകയാണ് ചെയ്തത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആർജവത്തോടുകൂടി കേരള ജനതയോട് പറയാനാകാത്തത്? അതാണ് യഥാർത്ഥ കാരണമെങ്കിൽ. അതിനു മുൻപ് മിസ്റ്റർ സനീഷ്, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സമയം തരണം. കാരണം 3 പേര് പറഞ്ഞതിനും എനിക്ക് മറുപടി പറയാനുണ്ട്. മിസ്റ്റർ രാജേഷ് പറഞ്ഞു കഴിഞ്ഞു, പ്രധാനമന്ത്രിയുടെ പ്രസംഗം അദ്ദേഹം കേട്ടിട്ടില്ല, കേട്ട ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പറയാനുണ്ട്. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു, എന്താണെന്നറിയുമോ, ഒരു നാടകം കളിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇവരാണ് നാടകം കളിച്ചത്? ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്ന് കേരളത്തിന് നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചപ്പോ മുൻപ് അങ്ങോട്ട് പോയിട്ട് ഇതൊക്കെ ഞങ്ങൾ ചെന്ന് ചോദിച്ചു വാങ്ങിക്കൊണ്ടുവരികയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ പൊട്ടം കളിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി ഉമ്മൻചാണ്ടിയും മന്ത്രിമാരും. പ്രധാനമന്ത്രിക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചതെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു. സബർബൻ MOU ഒപ്പുവെക്കണോ? മന്ത്രി ചോദിച്ചല്ലോ, MOU ഒപ്പുവെക്കാൻ തീരുമാനമായി. 1000 കോടി രൂപ ഫാക്ടിന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചില്ല എന്ന് രാജേഷ് പറയുന്നത്? തീരുമാനിച്ചു. പിന്നെ ഇന്ന് കേരളത്തിൽ വന്നു. ശബരിമലയെ കുറിച്ച് എന്താ അദ്ദേഹം പറഞ്ഞത്? ശബരിമലയെ കുറിച്ച് ഏതൊരു സാധാരണ ഭക്തനും ശബരിമലയിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന സമയത്ത് ആ ശബരിമല സന്ദർശിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനർത്ഥം ശബരിമലയിലേക്ക് പോകുന്ന ഓരോ ഭക്തന്റെയും വിഷയങ്ങൾ അംഗീകരിക്കാനും അത് പരിഹരിക്കാനും കേന്ദ്ര ഗവൺമെന്റിന്. ശോഭാ സുരേന്ദ്രൻ, ഒരു നിമിഷം. നിശ്ചയമായും താങ്കൾ ഈ മുന്നോട്ട് വെക്കുന്ന ഈ വിഷയങ്ങളെല്ലാം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിന് അനുകൂലമായിട്ട് ഒരുപാട് സംഗതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഈ ചർച്ചയുടെ മുന്നോട്ട് പോക്കിന് വേണ്ടി പൂർണ്ണമായി തന്നെ ഞാൻ സമ്മതിക്കുന്നു. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം, വിവാദമുള്ള വിഷയത്തിലേക്ക്. അവിടെ എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ നന്നായിരുന്നു. ഇത് ഞങ്ങൾ തന്നെയാണ് പിന്നിൽ. ഈ ജേക്കബ് ജോർജും MP രാജേഷും ശ്രീ കൊടിക്കുന്നിൽ സുരേഷും പറഞ്ഞുവല്ലോ, അതായത് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള സുഘടിതമായിട്ടുള്ള രേഖകളും നിലപാടുകളും ഒക്കെയുള്ള സംഗതിയാണ്. അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം മാറുകയില്ല. അത് BJP തന്നെ അറിഞ്ഞാണ് ചെയ്തത് എന്ന് നാട്ടുകാരോട് സമ്മതിക്കാൻ എന്താണ് മടി നിങ്ങൾക്ക്? അല്ല, ആ വിഷയത്തിലേക്ക് പോകാൻ പറ്റില്ല മിസ്റ്റർ സനീഷ്. എനിക്ക് മറുപടി പറയണം.
റബ്ബർ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് കേരളം സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഏതു തുറമുഖത്തുകൂടെയും ഇങ്ങനെ ഇറക്കുമതി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുക. അതായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ്. ആ ഡിമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട്, അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രൻ സമയം കളയണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ പറയുന്നതെല്ലാം സമ്മതിക്കുന്നു. നമുക്ക് ആ ചർച്ചാ വിഷയത്തിൽ മാറാമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണല്ലോ നാട്ടുകാരോട് ഇക്കാര്യങ്ങളിൽ. അതെല്ലാം സമ്മതിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ, എന്തുകൊണ്ട് BJPക്ക് ആ ആർജവമില്ല? ഞങ്ങളോടും രാഷ്ട്രീയമായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവർ തൊട്ടുകൂടായ്മ കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് സമ്മതിക്കാൻ എന്തുകൊണ്ടാണ് മടി? ഞങ്ങൾക്ക് സമ്മതിക്കാൻ സൗകര്യമില്ല. എന്താ കാരണമെന്നറിയുമോ? ഇത് MP രാജേഷ് ഒരു MP ആയിരുന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. അങ്ങനെയല്ല പ്രോട്ടോകോള്. ഗവൺമെന്റ് പരിപാടിക്കാണ് മിസ്റ്റർ രാജേഷ് പറഞ്ഞതുപോലുള്ള പ്രോട്ടോകോൾ. ഇതെന്താ? ഇതൊരു പ്രൈവറ്റ് പരിപാടി. പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി. പ്രധാനമന്ത്രി സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഡേറ്റ് കൊടുത്തു, സമയം കൊടുത്തു. ആരധ്യക്ഷത വഹിക്കുന്നു എന്നുള്ളത് അവിടെ വിഷയമല്ല. മറിച്ച് അധ്യക്ഷത വഹിക്കുന്ന ആളുടെ ലിസ്റ്റ് അത് ചെന്നു, ശരിയാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്നു. പക്ഷെ വീണ്ടും അവിടേക്ക് വേറൊരു കത്ത് ചെന്നു. എന്താ കത്ത്? മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാകില്ല, കാര്യകാരണങ്ങൾ പറഞ്ഞിട്ടില്ല. ഒപ്പം ശിവഗിരിയിലെ വൃക്ഷത്തൈ നടുന്ന പരിപാടിയിലും ഞാൻ പങ്കെടുക്കില്ല. ഇതാണ് അവിടെ കിട്ടിയിട്ടുള്ള കത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനത്തിനു വേണ്ടി വരാൻ തീരുമാനിച്ചത് ആര് അവിടെ അധ്യക്ഷത വഹിക്കും എന്നുള്ളത് കണ്ടിട്ടല്ല, മറിച്ച് കേരളത്തിലെ ആർ ശങ്കറിനെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് അനാച്ഛാദനം നടത്തേണ്ട ചടങ്ങ് അത് നടപ്പിലാക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു. പക്ഷെ രണ്ട് മുന്നണികളും വിജയിച്ചു. മിസ്റ്റർ അഭിലാഷ്, എന്താ വിജയിച്ചെന്ന് അറിയുമോ? ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നടത്തേണ്ടിയിരുന്ന ചർച്ച എന്തെല്ലാം പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. 2100 കോടി, അത് കിട്ടാൻ പോകുന്ന കണക്കല്ല രാജേഷേ. 2100 കോടി മുദ്രാ ബാങ്കിലൂടെ 2.25 ലക്ഷം ജനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു കേരളത്തിലേക്ക്. പ്രധാനമന്ത്രി പറയുന്നു, ഈ സ്പീഡിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ഒപ്പം എല്ലാ അതിഥികളിലേക്കും വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, സ്വകാര്യ പരിപാടിയാണ്, അതുകൊണ്ട് പ്രോട്ടോകോളൊന്നും അങ്ങനെ പാലിക്കേണ്ടതില്ല എന്നതാണ് അവരുടെ വിശദീകരണം. താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? അല്ല, ഇത് സ്വകാര്യ പരിപാടിയായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പരിപാടി, പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളിന് ചില വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ BJPയുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പോയി, അതൊരു പൊളിറ്റിക്കൽ പരിപാടിയാണ്. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിമാനാച്ഛാദനമായിരുന്നാലും മറ്റൊരു പൊതുപരിപാടിയായിരുന്നാലും അല്ലെങ്കിൽ ഒരു മതപരമായ പരിപാടിയായിരുന്നാലും ഒക്കെ ആണെങ്കിൽ പോലും പ്രൈം മിനിസ്റ്റർ പോകുമ്പോൾ സ്വാഭാവികമായും പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും പ്രൈം മിനിസ്റ്ററോടൊപ്പം പോകേണ്ടതാണ്, ആ പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതാണ് മുൻകാലങ്ങളിലെ കീഴ്വഴക്കം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി 3 വട്ടം അല്ലെങ്കിൽ 15 വർഷത്തോളം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. പ്രോട്ടോകോൾ നന്നായി അറിയാവുന്നതാണ്. ശ്രീ മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ നരസിംഹറാവുവോ അല്ലെങ്കിൽ അതിനു മുമ്പ് പ്രധാനമന്ത്രിമാരായിരുന്നവർ ഗുജറാത്ത് സന്ദർശിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അന്നൊന്നും ഈ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണ്? ഒരു വ്യക്തമായ ഒരു പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിമാർ അവിടെ ചെന്നിട്ടുള്ളത്. ആ പരിപാടിയിലൊന്നും മുഖ്യമന്ത്രി പ്രതിഷേധിച്ചിട്ടില്ല, നരേന്ദ്രമോദി പ്രതിഷേധിച്ചില്ല, എന്നെ അറിയിച്ചിട്ടില്ല, എന്നെ ക്ഷണിക്കാത്ത പരിപാടിയിൽ പ്രധാനമന്ത്രി വന്ന് പങ്കെടുത്തു പോയി എന്ന് ഒരിക്കൽ പോലും മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ പറയേണ്ടി വന്നിട്ടില്ല. അപ്പം അങ്ങനെ 3 വട്ടം മുഖ്യമന്ത്രിയായി നല്ല ഭരണപരിചയമുള്ള ഒരാളാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരികയും അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ പരിപാടി പോകുന്നത്. ശ്രീ MP രാജേഷ്, ഏത് വിധത്തിലാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ ആ വാദം തെറ്റായി മാറുന്നത്? ഇത് സ്വകാര്യ പരിപാടിയാണോ പൊതുപരിപാടിയാണോ എന്ന് പറഞ്ഞ് ഇരുട്ടിൽ തപ്പേണ്ട യാതൊരു കാര്യമില്ല. പ്രശ്നം എന്താണ്? പരിപാടി സ്വകാര്യമാണോ പൊതുവാണോ എന്നുള്ളതല്ല പ്രശ്നം. സ്വകാര്യ പരിപാടി ആണെന്നാണല്ലോ വാദം. ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നല്ലോ. മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ട് നോട്ടീസും ക്ഷണക്കത്തും തയ്യാറാക്കിയതാണല്ലോ. ആ ക്ഷണക്കത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അനുമതിയോടുകൂടി മാത്രമാണല്ലോ പ്രസിദ്ധീകരിക്കാനാവുക. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അത് സ്വകാര്യമാവട്ടെ പൊതുവാവട്ടെ ഏത് പരിപാടിയാണെങ്കിലും എങ്ങനെ നിർവചിച്ചാലും പങ്കെടുക്കേണ്ട ആളുകൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അംഗീകാരം വേണം. അനഭിമതരായിട്ടുള്ള ആളുകൾ
ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകാരം കൊടുക്കില്ല. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതനുസരിച്ചായിരിക്കണമല്ലോ നോട്ടീസ് വിതരണം 10,000-ഓളം കാർഡുകൾ ക്ഷണക്കത്തുകൾ വിതരണം ചെയ്തത്. അവസാനം വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തോന്നുന്നു മുഖ്യമന്ത്രി വരാതെ സഹായിക്കണം എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ലിസ്റ്റ് നോട്ടീസിൽ അല്ലെങ്കിൽ ക്ഷണക്കത്തിൽ മാറ്റം വരുത്തുന്നു. ആ മാറ്റം വീണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കണം. പ്രശ്നം അവിടെയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് ഈ മാറ്റത്തിന് അനുമതി കൊടുത്തത്? അതൊരു സാധാരണ ഒരാളുടെ മാറ്റമല്ല. മുഖ്യമന്ത്രിയെ അധ്യക്ഷനാക്കിയ മുഖ്യമന്ത്രിയുടെ പേര് വെട്ടി നീക്കാൻ വെള്ളാപ്പള്ളി ഒറ്റയ്ക്ക് തീരുമാനിച്ചു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ അതിന് അംഗീകാരം കൊടുത്തു? ഒരന്വേഷണവും ഇല്ലാതെ എങ്ങനെ അംഗീകാരം കൊടുത്തു? എന്തുകൊണ്ട് അധ്യക്ഷനായിട്ട് വെച്ച മുഖ്യമന്ത്രിയെ ആദ്യം വെച്ച ഞങ്ങൾ അംഗീകരിച്ച ഈ ലിസ്റ്റിൽ നിങ്ങൾ മാറ്റം വരുത്തുന്നു എന്ന ചോദ്യം ന്യായമായിട്ടും ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കാൻ കൊള്ളാത്ത ഒരു ഓഫീസാണോ പ്രധാനമന്ത്രിയുടെ ഓഫീസ്? ഞാൻ തോന്നുന്നില്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചോദിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാനുള്ള വകതിരിവില്ലാത്തൊരു ഓഫീസാണോ? അല്ല, അവിടെയാണ് സംശയം വരുന്നത്. അപ്പോ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കൂടി അറിവോടുകൂടിയല്ലേ, അംഗീകാരത്തോടു കൂടിയല്ലേ മുഖ്യമന്ത്രിയുടെ പേര് വെട്ടി നീക്കിയത്? അങ്ങനെയാണെങ്കിൽ അതിന് മതിയായ കാരണം ഉണ്ടാവണമല്ലോ. ആ കാരണം എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? ഞങ്ങളതാ ചോദിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അംഗീകാരവും അറിവുമില്ലാതെ ഇതിൽ മാറ്റം വരുത്താനാവില്ല എന്നിരിക്കെ അങ്ങനെ മാറ്റം വരുത്തിയതിന്റെ കാരണം എന്ത്? അത്ര ഗുരുതരമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുമല്ലോ. അത്രേ പറയുന്നുള്ളൂ. അത്രയും ന്യായമായ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് മാറ്റുന്നത്. അത് ശ്രീ ജേക്കബ് ജോർജ് ന്യായവും ഗുരുതരവുമായ പ്രശ്നമാണല്ലോ എന്ന് തന്നെ നമുക്ക് തോന്നും. പക്ഷേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അല്പം മുമ്പ് പറഞ്ഞൊരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ചും തോന്നാം. എന്തുകൊണ്ടെന്നാൽ അവർ പറയുന്നു, ഇന്ന് നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായതിനു ശേഷം കേരളത്തിൽ വന്ന് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഇടത്ത് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നതിലൂടെ ദോഷമല്ലേ അവർക്കുണ്ടാവുകയുള്ളൂ? നരേന്ദ്രമോദിയുടെ വരവിൻ്റെ ശോഭ കെടുകയല്ലേ ചെയ്തത്? അതുകൊണ്ട് അവർ കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാനാവുക? അപ്പോഴും SNDP ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് കൂടെ പറഞ്ഞ രാജ്നാഥ് സിംഗിനെ വിശ്വസിക്കേണ്ടതല്ലേ നമ്മൾ? അല്ല, ഞാനും ഇതേ അഭിപ്രായമാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? BJP നേതൃത്വം കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പറയുന്നു. എങ്കിൽ പിന്നെ ആരാണ് തെറ്റ് ചെയ്തത്? വെള്ളാപ്പള്ളി നടേശനാണോ? അതെന്താ പറയാത്തത്? അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും കേരള സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയേണ്ടതല്ലേ? ഇപ്പം പോട്ടെ, നമ്മൾ ഈ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നില്ലോ. ഞാൻ എൻ്റെ വീട്ടിലൊരു കല്യാണത്തിന് സനീഷിനെയും കൊടിക്കുന്നില്ലു സുരേഷിനെയും ശോഭാ സുരേന്ദ്രനെയൊക്കെ ക്ഷണിക്കുന്നു. എന്നിട്ട് ഞാൻ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് പറയുകയാണ്, ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ, ചിലർക്ക് പ്രശ്നമുണ്ട് കേട്ടോ, കൊടിക്കുന്നില്ലു സുരേഷെ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അന്തസ്സ് എവിടെ? ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനാണോ അങ്ങനെ പറഞ്ഞാൽ? എൻ്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? എനിക്ക് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? എൻ്റെ മോഹം നഷ്ടപ്പെടുകയല്ലേ കേരള ഈ സമൂഹത്തിന് മുമ്പിൽ, കൊടിക്കുന്നിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെ മുമ്പിൽ? ഞാൻ ക്ഷണിച്ചിട്ട് ആ ക്ഷണക്കത്ത് ഞാൻ പിൻവലിച്ചാൽ എൻ്റെ അന്തസ്സ് എവിടെ? എൻ്റെ വ്യക്തിത്വം എവിടെ? എൻ്റെ മുഖം എവിടെ? ഇതല്ലേ ഇന്ന് നമ്മൾ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനത്തിൻ്റെ അപ്പോസ്തലനായ നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഞാനും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്? റബ്ബർ വിലയെക്കുറിച്ചും മറ്റ് കേരളത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിച്ച ആ വിഷയങ്ങളല്ലേ ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ആരാണ് തെറ്റ് ചെയ്തത്, ആർക്കാണ് പിഴവ് പറ്റിയതെന്ന് ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പറയട്ടെ ഇവിടെ. അതല്ലേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നിങ്ങളല്ലേ അത് പറയേണ്ടത്? അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു വാക്കുകൊണ്ട് പോലും ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്തിനാണ് മുഖ്യമന്ത്രിയെ നിങ്ങൾ പിൻവലിക്കുന്നത്, ഒഴിവാക്കുന്നത് എന്ന് വെള്ളാപ്പള്ളിയോട് ചോദിക്കുക പോലും ചെയ്യാതെ ആ സമ്മതം കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് MP രാജേഷിന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി പറയട്ടെ, എന്നെ ക്ഷണിച്ച ഒരു പരിപാടിയിൽ നിന്നും അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങ് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് കേരള മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സന്ദേശം അയച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഉണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കണം. 2, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം തന്നതിന് ശേഷം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, താങ്കൾക്ക് ആ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാം. അല്ല, അങ്ങനെ പ്രധാനമന്ത്രി കൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ.
പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വ്യക്തമായി അറിയാമല്ലോ, മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതാണ്, മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്രൂവൽ ചെയ്തതാണല്ലോ. പിന്നീട് മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു പരിപാടിക്ക് വീണ്ടും അപ്രൂവലിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പറയാമല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റിയെന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ മുഖ്യമന്ത്രിയെ മാറ്റിയാൽ പ്രധാനമന്ത്രിക്ക് വരാൻ അത് ബുദ്ധിമുട്ടുണ്ട്. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങാണിത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കാത്ത ഒരു ചടങ്ങാവുമ്പോൾ അത് പ്രധാനമന്ത്രിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഓഫീസിൽ അപ്പൊ തന്നെ നിർദ്ദേശം വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിരുന്നുവെങ്കിൽ പങ്കെടുക്കുന്നില്ല. മുഖ്യമന്ത്രി PMO ഓഫീസിനെ അറിയിക്കുന്നു. എന്തിനറിയിച്ചു? കാര്യകാരണം എന്തുകൊണ്ട് വിശദീകരിച്ചില്ല? എന്തുകൊണ്ട് മറുപടി ചോദിച്ചില്ല? അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. മുഖ്യമന്ത്രി അറിയിച്ച എങ്ങനെയാണ്? മുഖ്യമന്ത്രി പറഞ്ഞത് നേരത്തെ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട ഈ രണ്ട് ചടങ്ങിലും, അതായത് ശിവഗിരി പരിപാടിയിലും അതുപോലെ ആർശങ്കന്റെ പ്രതിമ അനാച്ഛ ചടങ്ങിലും മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടതാണ്. ഈ രണ്ട് സ്ഥലത്തും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല. ഒരിടത്ത് ക്ഷണിച്ചിട്ട് ക്ഷണം ക്യാൻസൽ ചെയ്തു, മറ്റിടത്ത് ശിവഗിരിയില് ക്ഷണിച്ചില്ല. അപ്പൊ ഈ രണ്ടിടത്തും ഞാൻ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി പ്രധാനമന്ത്രി അറിയിച്ചത് അത് മുഖ്യമന്ത്രിയുടെ ഈ ഒഴിവാക്കിയത് കൊണ്ട് ഈ പരിപാടിയിൽ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് ഒഫീഷ്യലായി എഴുതി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അത് അദ്ദേഹം ചെയ്തതാണ്. അതാണ് രാജീവ് പ്രതാപ് റൂഡി പാർലമെന്റിൽ പറഞ്ഞത്. അതാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം. അത് എഴുതി വാങ്ങിച്ചതാണ്. നടപടിക്രമം അങ്ങനെ ആയതുകൊണ്ട് അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയിക്കുകയാണ്. അവിടെ നിന്ന് ചോദ്യം വരും. എന്താ ചോദ്യം? അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ട വ്യക്തിയുടെ പേരിൽ മാറ്റം വരുമ്പോ സ്വാഭാവികമായും PMO ഓഫീസ് ചോദിക്കുമ്പോ മുഖ്യമന്ത്രി പറയുന്നു ഈ രണ്ട് പരിപാടിയിലും ഞാൻ ഉണ്ടാകില്ല. പിന്നെ എന്താണ് ഇതിൽ കൂടുതൽ ചോദിക്കേണ്ടത്? അപ്പൊ ആ പ്രൈവറ്റ് പരിപാടി റദ്ദ് ചെയ്യണമോ? പ്രധാനമന്ത്രി ക്യാൻസൽ ആക്കണമെന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? അതാണോ പ്രോട്ടോകോൾ? അതല്ലല്ലോ. ഇത് വിഷയം ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. ശോഭാ സുരേന്ദ്രൻ വ്യക്തമായ മറുപടിയില്ല. ശോഭാ സുരേന്ദ്രൻ മികച്ച വാഗ്മിയാണ്, നന്നായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന ഒരു നല്ല മികച്ച വാഗ്മിയാണ് ശോഭാ സുരേന്ദ്രൻ, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഈ വിഷയത്തിൽ വീണ്ടെടുത്തത് ഉരുളാതെ ശോഭാ സുരേന്ദ്രൻ തെറ്റുപറ്റിയത് തെറ്റാണെന്ന് സമ്മതിക്കൂ. മുഖ്യമന്ത്രിയുടെ അവഗണന കാട്ടിയത് സമ്മതിക്കൂ. ഞാൻ പറയാം, രണ്ടുപേരിലേക്കും വരാം. ഒരു നിമിഷം. ശ്രീ ജേക്കബ് ജോർജ്, ഈ ഉന്നയിക്കപ്പെടുന്ന മാതിരിയാകാമോ? അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ കളി കളിച്ചാണ് അതിനകത്തുകൂടെ എന്നത് കാണേണ്ടതുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ അങ്ങോട്ടൊരു തടസ്സം വെക്കുമ്പോൾ അത് വീണത് വിദ്യയാക്കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞാൻ പങ്കെടുക്കുകയില്ല എന്ന് കത്തെഴുതി ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ ഈ കണ്ടത്? അല്ലല്ല, മുഖ്യമന്ത്രി കത്തെഴുതിയത് അദ്ദേഹം തന്നെ പറഞ്ഞുവല്ലോ, എന്നെ ക്ഷണിച്ച ശേഷം ആ ക്ഷണക്കത്ത് വെള്ളാപ്പള്ളി തന്നെ പിൻവലിച്ചു. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിക്ക് എഴുതണമല്ലോ. പ്രധാനമന്ത്രിക്ക് എഴുതാൻ പോവുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചു. അദ്ദേഹം നമ്മളെ പത്രക്കാരെ അറിയിച്ചിട്ടാണല്ലോ കത്തെഴുതിയത്. അല്ല മിസ്റ്റർ സനീഷ്, കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കത്തെഴുതാൻ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന് സാധിച്ചില്ല. എന്താ കാരണം? ഇതൊരു പ്രശ്നമാക്കരുത് സാർ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ചില ചെറിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങ് ഇതിൽ നിന്ന് മാറി നിൽക്കണം. എന്താ ഈ കാരണം എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മിസ്റ്റർ വെള്ളാപ്പള്ളിക്ക് തുറന്നു പറയാൻ സാധിക്കുന്ന കാരണങ്ങളല്ലെങ്കിലോ? മാത്രമല്ല, ഞാൻ പറയട്ടെ സനീഷ് പ്ലീസ്, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്താണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ മാന്യതയാണ്. ആ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മാന്യത അനുസരിച്ചാണ് അത് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാത്തത്. അദ്ദേഹം ഉമ്മൻചാണ്ടി മാന്യനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും വിളിച്ചു അറിയിച്ചു, അദ്ദേഹം പിൻവാങ്ങിയതാണ്. ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ പറയട്ടെ. മിസ്റ്റർ ജേക്കബ്, ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ സഹോദരൻ ചോദിച്ചല്ലോ, വെള്ളാപ്പള്ളിയുടെ മുഖം നഷ്ടപ്പെട്ടില്ലേ? അല്ലെങ്കിൽ എന്താണ് സാർ, വെള്ളാപ്പള്ളിയുടെ മുഖം ഇവരെല്ലാവരും കൂടി നഷ്ടപ്പെടുത്തിയില്ലേ? കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പ് വരെ വെള്ളാപ്പള്ളി സ്വർഗീയനായിരുന്നു. രാജേഷിന്റെ പാർട്ടിക്ക്, ഇവരുടെ പാർട്ടിക്ക്, UDF-ന്, LDF-ന് എല്ലാവരും തലയിൽ മുണ്ടിട്ട് വെള്ളാപ്പള്ളി നടേശനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും വോട്ട് ചോദിക്കാനും ഒക്കെ പോയിരുന്നല്ലോ. ആ വെള്ളാപ്പള്ളി നടേശനെ കള്ളനാക്കിയില്ലേ? ക്രിമിനലാക്കിയില്ലേ? അദ്ദേഹത്തിന്റെ മുഖം നഷ്ടപ്പെടുത്തിയില്ലേ? ആരാ നഷ്ടപ്പെടുത്തിയത്? കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ ഇരു മുന്നണികളും ചേർന്ന്. എന്നിട്ടോ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ 153 പ്രകാരം കേസെടുത്ത് ജയിലിലടക്കാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അണികൾ നമ്മളൊരു ജനാധിപത്യ മതേതര രാജ്യത്താണ് ജീവിക്കുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ,
നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യത്താണ്. നമുക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും നിങ്ങൾക്കും വെള്ളാപ്പള്ളിക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എല്ലാം ബാധകമാണ്. ആ നിയമലംഘനം നടത്തി ആ നിയമത്തിന്റെ വഴിക്കേ പോകത്തുള്ളൂ. അത് വെള്ളാപ്പള്ളി ആയിരുന്നാലും ഞാനായിരുന്നാലും ശോഭാ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നാളെ ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങും നടക്കും. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നാളത്തെ പരിപാടിയിലും ഇതുതന്നെയാകും ചർച്ച. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയ നിങ്ങളുടെ അതിന് പിന്നിലെ രാഷ്ട്രീയം ആരുടേതാണ്, ആരുടെ രാഷ്ട്രീയ കളിയാണ് അത് എന്ന്. ആർ ശങ്കറിനെ RSSന്റെ ശങ്കറാക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇതെന്ന് VS അച്യുതാനന്ദൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പരിപാടി നടപ്പാക്കുകയാണ്. ആർ ശങ്കറിനെ നിങ്ങളുടെ ആളാണ്, RSSന്റെ ശങ്കറാണെന്ന് സ്ഥാപിച്ച് ഇരു കക്ഷികളെയും പ്രതിസന്ധിയിലാക്കിയിട്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വഴിയുണ്ടാക്കാനുള്ള വലിയൊരു പരിപാടിയാണ് നിങ്ങൾ നടത്തിയത്. അതിന് പ്രോട്ടോകോൾ ലംഘനമടക്കം സകല മര്യാദകളും കാറ്റിൽ പറത്തുകയും ചെയ്തു. ഇക്കാര്യം നാളെയും ചർച്ചയാകും. എങ്ങനെയാണ് മറുപടി നൽകുക? പരിണിതപ്രജ്ഞനായിട്ടുള്ള സഖാവ് അച്യുതാനന്ദന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, അദ്ദേഹം ചോദിച്ചില്ലേ സ്പീക്കറോട് ലജ്ജയുണ്ട്? എന്താ ചോദിച്ചത്? അങ്ങും ഭാര്യയും മക്കളും ചേർന്ന് ഇന്ന് രാത്രി തലേദിവസം രാത്രി TV കാണാൻ സാധിച്ചുവോ സർ? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ലജ്ജയുണ്ടോ ഈ മുഖ്യമന്ത്രിക്ക് ലജ്ജ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവുണ്ടല്ലോ. നരേന്ദ്രമോദിയെ അടിക്കാൻ ഒരു വടി കിട്ടിയപ്പോ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെ വെല്ലുന്ന തൊലിക്കട്ടിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്. അദ്ദേഹം അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കേരള രാഷ്ട്രീയത്തിൽ ആർ ശങ്കർ RSS ശങ്കർ തന്നെയാ. തുടക്കം അവിടെയായിരുന്നു. കൊല്ലത്ത് RSSന്റെ ശാഖയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് പരിണിതപ്രജ്ഞനായിട്ടുള്ള മിസ്റ്റർ P പരമേശ്വരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ചരിത്രമറിയാവുന്ന RSSകാർക്കും അറിയാം, കോൺഗ്രസുകാർക്കും അറിയാം. സംഘശാഖയിൽ പോയിട്ട് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് ജപിച്ചുകൊണ്ട് തന്റെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് RSSകാരനായിട്ടുള്ള ആർ ശങ്കർ. അത് ഞങ്ങള് പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ അവസാനിപ്പിക്കണമെന്ന് കരുതിയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, താങ്കൾക്ക് RSSന്റെ ശങ്കർ തന്നെയായിരുന്നു അദ്ദേഹം. ഇന്ന് ജന്മഭൂമിയിൽ ഒരു വരിയുണ്ട്, അതേക്കുറിച്ചാണ് ശോഭാസുരേന്ദ്രൻ ഇങ്ങനെ വിവരക്കേട് പറയുന്നവരോട് എന്താ പറയാനാ? സഹതിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. ശ്രീനാരായണ ഗുരുദേവന്റെ യഥാർത്ഥ അനുയായ ശ്രീ ആർ ശങ്കർ അദ്ദേഹം RSSകാരനാണെന്ന് വിളിച്ചു പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ വിവരക്കേടിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? കേരളീയ സമൂഹം യഥാർത്ഥത്തിൽ പുച്ഛിച്ച് തള്ളുകയുള്ളൂ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ. ഈ സർദാർ പട്ടേലിനെ RSSകാരനാക്കി ഇനി അടുത്ത ആർ ശങ്കറിനെയും കൂടി RSS ആക്കുക. കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ ശ്രീനാരായണ ഗുരുദേവനെ RSS ആക്കുക, കുമാരനാശാനെ RSS ആക്കുക, അയ്യങ്കാളി RSS ആക്കുക, RSSകാരനായ ശങ്കർ തന്നെയാണെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുവഴി എതിർത്തിറങ്ങിപ്പോയ NK പ്രേമചന്ദ്രനും A അസീസും ഗുരുദാസനും പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. ആർ ശങ്കറിനെ RSS ശങ്കറായി പ്രതിഷ്ഠിച്ചിട്ട് അതുവഴി കടന്നു വരാനുള്ള താങ്കളുടെ രാഷ്ട്രീയത്തിന്, നിങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്തത്. അതിനുള്ള കളികളായിരുന്നു ഈ കണ്ടതെല്ലാം എന്ന് കേരളം മനസ്സിലാക്കട്ടെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി ഒഴിവാക്കിയ കാര്യം ഇപ്പോൾ വളരെ വ്യക്തമായി. RSSകാരനായി ചിത്രീകരിക്കാൻ ആർ ശങ്കറിനെ RSSന്റെ പരിവേഷം നൽകി കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചന BJPയും വെള്ളാപ്പള്ളി കൂടി സംയുക്തമായി നടത്തിയ ഗൂഢാലോചന. നാളെ കൊല്ലത്ത് ആർ ശങ്കർ RSSകാരനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ പോകുന്ന സംഘപരിവാറിന്റെ ആളായിരുന്നു ആർ ശങ്കർ എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന സമ്മേളനമായി നാളെ മാറാൻ പോവുകയാണ്. അങ്ങനെ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി തീരുമാനിച്ചു. വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം അടഞ്ഞിട്ടുമുണ്ട്, കൂടുതൽ അവർ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് വളരെ നന്ദി അതിഥികൾക്ക്. ശ്രീ MB രാജേഷൻ. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.